അസ്ന ചുഴലിക്കൊടുങ്കാറ്റ് ഗുജറാത്തിലെ തീരങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് അഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നുള്ള മഴയും ശക്തമാണ്. പല സംസ്ഥാനങ്ങളിലും ചുഴലിക്കാറ്റ് അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ക്യുസാറ്റിന്റെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ച് ഡയറക്ടറായ ഡോക്ടർ എസ് അഭിലാഷാണ്. 48 വർഷത്തിന് ശേഷമാണ് ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ ഒരു ചുഴലിക്കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നതെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ അസ്നയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നത് എന്ന് പറയുന്നത്? നമുക്കറിയാം ചുഴലിക്കാറ്റ് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് ഉണ്ടാകുന്ന മാസം, പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റ് മാസം, പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്രത്തെ പറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൂടുതലും ഉണ്ടാകുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിലും പിന്നീട് ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയുള്ള 2 സീസണായിട്ടാണ് ചുഴലിക്കാറ്റിൻ്റെ സീസൺ പ്രധാനമായിട്ടും ഇന്ത്യൻ സീയിലുള്ളത്. പ്രത്യേകിച്ചും ജൂൺ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പലപ്പോഴും മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പൊക്കെ സൈക്ലോൺ ഉണ്ടാകാറുണ്ട്. അത് ജൂണിലും എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ അതർവൈസ് ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്നത് പീക്ക് മൺസൂൺ ടൈമാണ്. മൺസൂൺ മഴയുടെ ഒരു പീക്ക് കാലഘട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ജൂലൈയും ഓഗസ്റ്റും. ഈ ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്നതാണ് ഇവിടുത്തെ ഒരു അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ മൺസൂൺ ഉള്ളത് കൊണ്ടാണ്. കാരണം മൺസൂണിന്റെ പല തരത്തിലുള്ള കാറ്റിന്റെ വിതരണം അത് അന്തരീക്ഷത്തിൽ പല തട്ടിൽ താഴെ ഇപ്പം ഒരു 4 കിലോമീറ്റർ വരെ നമുക്ക് പറയല്ലോ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്ന് നമ്മൾ പറയുന്നത് തെക്ക് പടിഞ്ഞാറ് നിന്ന് കാറ്റ് വീശുന്നതുകൊണ്ടാണ്. അപ്പൊ അത് താഴത്തെ തട്ടിൽ, അന്തരീക്ഷത്തിന്റെ താഴത്തെ തട്ടിൽ തെക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള കാറ്റും ഒരു 5 കിലോമീറ്ററിന്റെ മുകളിലേക്ക് പോകുമ്പോൾ ഈ കാറ്റിന്റെ ഡയറക്ഷൻ മാറിയിട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റുമായിട്ട് മാറും. അത് ഈസ്റ്റർലി വിൻഡ് എന്ന് പറയും. അപ്പൊ രണ്ടിനെയും നമ്മൾ പൊതുവെ ജെറ്റ് സ്ട്രീംസ് എന്നൊക്കെയാണ് പറയുന്നത്. ലോ ലെവൽ ജെറ്റും ലോ ലെവൽ വെസ്റ്റേർലി ജെറ്റും അപ്പർ ലെവൽ ഈസ്റ്റേർലി ജെറ്റും. അപ്പൊ ഈ രണ്ട് താഴെ ഒരു ഡയറക്ഷനിലും മുകളിൽ മറ്റൊരു ഡയറക്ഷനിലും ഉള്ള കാറ്റ് വരുന്നത് സൈക്ലോണുകൾ ഒരു സ്ഥലത്ത് ഫോം ചെയ്യാൻ ഉള്ള ഒരു സാധ്യത ഇല്ലാതാക്കുന്നത്. അതായത് വിൻഡ് ഷിയർ എന്നാണ് പറയുന്നത്. പൊതുവെ സൈക്ലോജെനിസിസ്, സൈക്ലോൺ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകത്തിൽ സൈക്ലോൺ ഫോർമേഷനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വിൻഡ് ഷിയർ. അതായത് കാറ്റ് ഒരേ ദിശയിലാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് 2 വിപരീത ദിശയായി കഴിഞ്ഞാൽ ഈ ക്ലൗഡ് സിസ്റ്റം എല്ലാം അത് ഡിസ്പേഴ്സ് ആയിട്ട് ഉണ്ടാകാനുള്ള ഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പം സൈക്ലോജെനിസിസ് പ്രോബബിലിറ്റി നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ പൊതുവെ മൺസൂൺ മാസമായിട്ടുള്ള പീക്ക് മൺസൂൺ മാസമായിട്ടുള്ള ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ സൈക്ലോൺ ഫോർമേഷനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നമുക്ക് അറിയാം. ഈ ഒരു ഘടകം ഉള്ളതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ മൺസൂൺ വരുമ്പോഴത്തേനും മൺസൂൺ ഓൺസെറ്റിന് മുമ്പ് അറബിക്കടൽ വലിയ തോതിൽ ചൂട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഒരു 30 ഡിഗ്രി മേളിലൊക്കെ ചൂടെത്തും. അത് കഴിഞ്ഞിട്ട് മൺസൂൺ വന്നു കഴിഞ്ഞാൽ ഈ കാറ്റ് കൊണ്ട് വീണ്ടും ഈ കാറ്റ് വരുന്നത് കൊണ്ട് സമുദ്രത്തെ അത് തണുപ്പിക്കും. ഈ കാറ്റ് വന്ന് വീശിയിട്ട് അവിടെ ഇവാപ്പറേഷൻ നടന്ന് ഇവാപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കടലിന്റെ എന്നുള്ള ആ ഒരു എനർജി യൂസ് ചെയ്യുന്നു. പിന്നെ വിൻഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഇവാപ്പറേഷൻ ആയതുകൊണ്ട് കാറ്റ് കടലിനെ തണുപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ ഈ കാറ്റ് കാരണം പ്രത്യേകിച്ചും ഒമാൻ കോസ്റ്റിലും നമ്മുടെ കേരള കോസ്റ്റിലും ഒക്കെ പശ്ചിമ തീരത്തും ഒക്കെ അപ്വെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് താഴെത്തട്ടിലുള്ള വെള്ളം മുകളിലേക്ക് ഉയർന്നു വരുന്നത് അത് കാറ്റ് വിൻഡ് ഇൻഡ്യൂസ്ഡ് ആണ്. വീണ്ടും ആ മൺസൂൺ കാറ്റാണ് അതിനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ആ ഒരു അപ്വെല്ലിംഗ് പ്രതിഭാസം കൂടെ വരുന്നത് കൊണ്ട് പൊതുവെ മൺസൂൺ എത്തിക്കഴിയുമ്പോഴേക്കും സമുദ്ര താപനില ഒന്ന് തണുക്കും. അതായത് സമുദ്രത്തിന്റെ താപനില ഒന്ന് തണുക്കുന്നത് മൺസൂൺ സമയത്ത് പതിവാണ്. അപ്പോൾ ഈ 2 ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ മൺസൂൺ സമയത്ത് ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ പൊതുവെ പ്രത്യേകിച്ച് അറബിക്കടലിൽ ഇത്തരം ഡിപ്രഷനുകളോ അല്ലെങ്കിൽ സൈക്ലോണുകളോ ഉണ്ടാകാനുള്ള ആ ഒരു സാധ്യത ലിമിറ്റ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതൊക്കെയാണ്. അപ്പം അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ഡിപ്രഷൻ വരെ ഉണ്ടാകാറുണ്ട്. അതിന് മൺസൂൺ ഡിപ്രഷൻ ആണെന്ന് പറയുന്നത്. അത് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിന് ഈ പറഞ്ഞ വിൻഡ് ഷിയർ ഒക്കെ ഫേവറബിൾ ആണ് അതുണ്ടാകാൻ. അപ്പൊ അത് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അത് ഉണ്ടാകുന്നതുകൊണ്ടാണ് മൺസൂൺ സമയത്ത് നമുക്ക് പലപ്പോഴും മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കയറുന്ന സമയത്ത് ബംഗാൾ ഉൾക്കടലിൽ പലപ്പോഴും ന്യൂനമർദ്ദങ്ങളും അതിതീവ്ര ന്യൂനമർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് പക്ഷേ സൈക്ലോൺ ആയിട്ട് ഇന്റൻസിഫൈ ചെയ്യാറില്ല. കാരണം ആ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടായിട്ട് നേരെ കരയിലേക്കാണ് കടക്കുന്നത്. അപ്പൊ ഈ സംഭവിച്ചതും യഥാർത്ഥ ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റ് ബംഗാൾ ഉൾക്കടലിൽ നിന്നുണ്ടായ ഒരു സൈക്ലോണിക് സർക്കുലേഷനാണ് പിന്നീട് ലാൻഡിലേക്ക് പ്രവേശിച്ച് ഏകദേശം ഒരു മധ്യപ്രദേശൊക്കെ ആകുന്ന സമയത്താണ് ഇതൊരു ഡീപ് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരുന്നതും ഗുജറാത്ത് ആകുമ്പോഴേക്കും അതിനൊരു സൈക്ലോണിക് സ്ട്രെങ്ത്
കൈവരിച്ചതും. അപ്പൊ ഓ വീണ്ടും അത് അറബിക്കടലിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു പാത എങ്ങനെയാണ്? അപ്പം പൊതുവേ ഫോം ചെയ്തത് ഈ അപ്പോ സ്ഥലത്തേക്ക് അറബിക്കടലിലല്ല. ഇത് അറബിക്കടലല്ല. ഇതിന്റെ ജനസിസ് എന്ന് പറയുന്നത് ഏകദേശം ഇതിനെ വേണേ നമുക്കൊരു ലാൻഡ് ഒറിജിൻ ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറയാം. അതായത് ഓ ഓ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തുടങ്ങിയ ആ ഡിസ്റ്റർബൻസ് തുടങ്ങിയെങ്കിലും ഡിപ്രഷനായിട്ട് മാറുന്നത് ഈ പറഞ്ഞ പോലെ ലാൻഡിൽ വെച്ചാണ്. ഓ അപ്പം ഒരു ലാൻഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്, സാധാരണ സൈക്ലോണൊക്കെ കടലിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു ഇനിഷ്യൽ പെർട്ടർബേഷൻ അല്ലെങ്കിൽ ഇനിഷ്യൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ലാൻഡിൽ നിന്ന് ഉത്ഭവിച്ച് പിന്നെ ഇത് ആ ഒരു സർക്കുലേഷൻ മൂവ് ചെയ്ത് കടലിലേക്ക് വന്നപ്പം കടലിലെ സാഹചര്യം ഫേവറബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ കടല് ഈ മൺസൂൺ കാറ്റ് കൊണ്ട് തണുത്തിരുന്നുവെങ്കിൽ, അതായത് പൊതുവേ നമ്മുടെ നോർത്തേൺ അറേബ്യൻ സീ മൺസൂൺ തുടങ്ങി കഴിയുമ്പോഴത്തേനും ഈ അപ്വെല്ലിങ്ങും ഒക്കെ കൊണ്ട് പ്രത്യേകിച്ചും ഒമാൻ തീരത്തും ഒക്കെ നല്ല രീതിയിലുള്ള ഈ അടിത്തട്ടിലെ വെള്ളം മുകളിലേക്ക് വന്നുകൊണ്ട് ഒരു കടൽ തണുക്കുന്ന പ്രതിഭാസമുണ്ട്. പ്രത്യേകിച്ചും നോർത്തേൺ അറേബ്യൻ സീയിൽ പാകിസ്ഥാൻ കോസ്റ്റ് വരെ അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു പോകും. അപ്പം ഇപ്പം സംഭവിച്ചത് ആ ഭാഗത്തെയും കടൽ താപനില ഏകദേശം 1 ഡിഗ്രിയോളം നോർമലായിട്ടുള്ള മൺസൂൺ കാലത്തുള്ള താപനിലയെക്കാളും 1 ഡിഗ്രിയോളം കൂടി നിൽക്കുകയാണ്. ഒരു 28 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഉണ്ട് താപനില. അപ്പൊ ഈ ചൂട് പിടിച്ച് കിടക്കുന്ന കടലിലേക്ക് ഈ ഡിസ്റ്റർബൻസ് കയറി വന്നപ്പോഴാണ് അവിടെ ആ ഒരു വീണ്ടും അത് ഇന്റൻസിഫൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം കടലിലും നിലനിന്നത്. അതൊരു പക്ഷേ മൺസൂൺ സർക്കുലേഷനിലെ ആ ഒരു സ്ട്രെങ്തിന്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാകാം. അതായത് ഓവർ ദി ഇയേഴ്സ് മൺസൂൺ സ്ട്രെങ്ത് നമുക്ക് മഴ കിട്ടുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ മൺസൂണിന് ഫേവറബിൾ ആയിട്ടുള്ള കാറ്റിന്റെ ആ ഒരു പാറ്റേണിലൊക്കെ വലിയ വ്യത്യാസം ഈ വർഷമൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ അബ്നോർമലായിട്ട് ഈ സിസ്റ്റം അറബിക്കടലിൽ എത്തിയപ്പോൾ ഇന്റൻസിഫൈ ചെയ്യാനുള്ള കാരണം. ഇതിനു മുൻപ് 48 വർഷം മുന്നേ 76 ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസൺ നമുക്ക് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണോ? ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണോ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? 76 ഉണ്ടായി എന്ന് പറയുന്നത് ഡേറ്റയുടെ, കാരണം റിലയബിൾ ആയിട്ടുള്ള നമുക്കുള്ള ഡേറ്റയൊക്കെ ഈ സൈക്ലോണിന്റെ ഈ പാതയെ സംബന്ധിച്ചും അതിന്റെ ഇന്റൻസിറ്റിയൊക്കെ സംബന്ധിച്ചുള്ള റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ നമുക്ക് എടുക്കാവുന്നത് ഏകദേശം ഒരു 1979-80 ശേഷമുള്ളതാണ്. കാരണം ഈ സാറ്റലൈറ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് അതിന്റെ റിലയബിലിറ്റി കൂടുതൽ. അപ്പൊ ഈ 79 മുമ്പുള്ള ഡേറ്റ റെക്കോർഡ് ചെയ്തപ്പെട്ടിട്ടുണ്ട്. 76 ഒരു സൈക്ലോൺ ഉണ്ടായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇപ്പൊ നമുക്ക് ഇത് സ്റ്റഡി ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു വിവരങ്ങളും സാറ്റലൈറ്റ് ഡേറ്റയുടെ ഒരു എന്താ പറയുന്നത് അവൈലബിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുകയില്ല. പക്ഷെ അതർവൈസ് അങ്ങനെ ഒരു റെക്കോർഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എന്നാലും കഴിഞ്ഞൊരു 100 വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം അറബിക്കടലിൽ ഉണ്ടാകുന്ന സൈക്ലോൺ ഇനിയിപ്പോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 1-2 എണ്ണമായിരിക്കും. അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇത് കേരളത്തിന്റെ തീരത്തിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? വലിയ അലേർട്ട് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ പക്ഷെ അത്ര ഇന്റൻസിഫൈഡ് അല്ലാന്ന് തോന്നുന്നു കേരളത്തെ ബാധിക്കുന്നത് അല്ലേ? അല്ല, ഇത് നോർത്തേൺ അറേബ്യൻ സീലാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ് ഇതിന് പേരിട്ടത്. പാകിസ്ഥാനാണ്. അപ്പം പാകിസ്ഥാന്റെ തീരത്തു നിന്ന് ഒരു 200 കിലോമീറ്റർ സൗത്തിലാണ് ഇതിപ്പോൾ നിലനിൽക്കുന്നത്. ഗുജറാത്തിലാണ് അത് ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയത്. കാരണം ഇത് സൈക്ലോണിനേക്കാൾ കൂടുതൽ ഇത് യഥാർത്ഥത്തിൽ ഈ സമയത്ത് മൺസൂൺ സിസ്റ്റം ഒരു മെട്രോപോക്സറി സൈക്ലോൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒക്കെയാണ് ഗുജറാത്തിൽ മഴ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിപ്രാവശ്യം അത് സൈക്ലോൺ അല്ലെങ്കിൽ ഡിപ്രഷനായിട്ട് മാറിയതുകൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു തരത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ്. അപ്പം മഴയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് കോസ്റ്റിൽ ഒരു ഗോവയ്ക്ക് മുകളിലോട്ടുള്ള തീരത്താണ് ഇതിന്റെ മഴ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരുന്നത്. പിന്നെ നമുക്ക് ഇന്നലെയും ഇന്നുമായിട്ട് ഒക്കെ ഉള്ള മഴ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ മഴ നമ്മുടേത് കുറയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു ന്യൂനമർദ്ദം ഇപ്പം ഒരു സർക്കുലേഷൻ ബേ ഓഫ് ബംഗാളിന്റെ വെസ്റ്റിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ നമുക്കിപ്പോൾ മഴ കിട്ടുന്നത് അതിന്റെ സാന്നിധ്യം കൊണ്ടായിരിക്കും. മറ്റേതങ്ങ് വളരെ നോർത്തിലാണ്. അത് ഏകദേശം ഒരു ഒമാൻ തീരത്തേക്ക് നീങ്ങുന്ന രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷെ ഒമാൻ തീരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് ഒരുപക്ഷെ ശക്തി കുറയും എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ഓൾറെഡി ഒരു ന്യൂനമർദ്ദം ഫോം ചെയ്ത് ബംഗാൾ ഉൾക്കടലുണ്ട്. അത് നമ്മളെ കൂടുതൽ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടോ? അത് ഇന്റൻസിഫൈ ചെയ്യാനുള്ള സാധ്യതയും അത് എന്തെങ്കിലും ഇമ്പാക്ട്? ഈ 2 സിസ്റ്റം കൂടെ ഉള്ളത് കൊണ്ട് മറ്റേതാണല്ലോ വലിയ സിസ്റ്റം. അപ്പം കൂടുതൽ നീരാവിയും മറ്റും ഒക്കെ അറബിക്കടലിലുള്ളത് അതങ്ങ് വലിച്ചെടുക്കും. അപ്പം ഈ ഒരു സിസ്റ്റത്തിന്റെ ഇമ്പാക്ട് അത് കാരണം ഒരു അല്പം കുറയും. നമുക്ക് മഴ കിട്ടും, പക്ഷെ പറഞ്ഞ പോലെ ഈ മൊത്തം കാലാവസ്ഥാ മാറ്റവും നമ്മുടെ ഇവിടെ മൺസൂൺ പാറ്റേണിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാറ്റവും മൊത്തം അന്തരീക്ഷത്തിൽ ചൂട് കൂടി അത്തരം അവസ്ഥകളൊക്കെ ഈ പ്രതിഭാസം ഉണ്ടാവുന്നതിനുള്ള കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ?
അതെ, തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പണ്ട് കാലത്ത് നമുക്ക് അൺഫേവറബിൾ ആയിട്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻ, അത് ആഗോളതാപനം അല്ലെങ്കിൽ കടൽ തീവ്രമായിട്ട് ചൂട് പിടിക്കുന്നത് കാരണം ആ അൺഫേവറബിൾ സിറ്റുവേഷനും ഇപ്പോൾ കൺവീനിയന്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. കാരണം ഓക്കെ. പറഞ്ഞില്ലേ, കഴിഞ്ഞ 100 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സൈക്ലോൺ എണ്ണപ്പെടാവുന്ന, അത് അതെ. ഡേറ്റ ഒന്നും നമുക്ക് പരിശോധിക്കാൻ ഇതില്ലാത്ത സമയത്തുണ്ടായി എന്ന് പറയപ്പെടുന്ന ഒന്നോ രണ്ടോ സൈക്ലോൺ ആണ് ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് മാസത്തിൽ. ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് മൺസൂൺ മന്താണ് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മൺസൂൺ നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതൽ സൈക്ലോൺ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ കിട്ടാത്തത്. ഓ. അത് ഈ വിൻഡിന്റെ ഒരു പാറ്റേൺ കൊണ്ടാണ്, ഓക്കെ. അതോടൊപ്പം തന്നെ സമുദ്രം തണുക്കുന്നതും കൊണ്ടാണ്. ഉം. അതേസമയം നമ്മൾ ഇതേ ലാറ്റിറ്റ്യൂഡ്, ഇതേ അക്ഷാംശത്തിലൊക്കെ നിലനിൽക്കുന്ന ഈ പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഒക്കെ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ സൈക്ലോണുകൾ ഉണ്ടാകുന്നത്. ഉം. 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 അപ്പൊ യഥാർത്ഥത്തിൽ ആ ഒരു ലാറ്റിറ്റ്യൂഡ് ബെൽറ്റിൽ നമ്മൾ നിലനിൽക്കുന്നെങ്കിലും നമ്മുടെ റീജിയനിൽ ഇന്ത്യൻ മൺസൂൺ എന്ന് പറയുന്ന ഒരു കാലാവസ്ഥ സംവിധാനം ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സൈക്ലോൺ ഒക്കെ ഒന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ ആ വിൻഷിയറിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ കടലും അന്തരീക്ഷവും ഒക്കെ ചൂടാകുന്നത്, അത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മറ്റൊരു റിഫ്ലക്ഷൻ ആയിട്ട് വേണേൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓക്കെ. ഇപ്പൊ കേരളത്തില് മൺസൂൺ അതിന്റെ ഒരു മധ്യ കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ട് ഇനി എന്താ ഇനി മഴയുടെ പാറ്റേണിൽ ഇപ്പൊ ഓൾറെഡി അതിതീവ്ര മഴയൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു വയനാട് ലാൻഡ് സ്ലൈഡ് മീൻസ് ഒരു കലാമിറ്റി ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയം കൂടിയാണല്ലോ. ഇനിയും ഈ തീവ്ര മഴയ്ക്കുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ നമുക്ക് പ്രവചിക്കാനുള്ള ഒരു സമയമാണോ ഇത്? അങ്ങനെ പറയാൻ പറ്റുമോ ഇപ്പൊ? ഇല്ല, അങ്ങനെ നമുക്ക് സെപ്റ്റംബർ വരെ എന്തായാലും മൺസൂൺ കാലഘട്ടമാണ്. സെപ്റ്റംബർ ഈവൻ ഈ അടുത്ത സമയങ്ങളിൽ കണ്ടുവരുന്നത് മൺസൂൺ സെപ്റ്റംബർ കഴിഞ്ഞും ഒക്ടോബർ വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഒക്ടോബറിലൊക്കെ ഇത്തരം ഡിപ്രഷനൊക്കെ കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സിറ്റുവേഷൻ പോലും ഉണ്ട്. അപ്പം ഏകദേശം നമ്മളൊരു ഒക്ടോബർ പകുതി വരെയെങ്കിലും ഈ മൺസൂൺ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ചും നമുക്കിപ്പം കൂടുതൽ മഴ ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ മഴ എന്ന് പറയുന്നത് നമ്മൾ വളരെ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടത്. അതിന് ചെറിയ മഴയാണെങ്കിൽ പോലും നമ്മളതിനെ വളരെ ജാഗ്രത, മഴയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളതാണ്. അത് തീവ്രമായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു 2 ദിവസം മുമ്പേ പറയാൻ പറ്റുകയുള്ളൂ. അതായത് ചെറിയ സ്പാനിലാണെങ്കിലും കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടാവുന്നു. അതെ 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 ക്ലൗഡുകളുടെ ഒക്കെ ആ ഒരു സ്ട്രക്ചർ മാറുന്നത് കൊണ്ടും ഒക്കെ നമുക്കിപ്പം കിട്ടുന്ന മഴയുടെ പാറ്റേണും ആ രീതിയിലാണ്. പറഞ്ഞ പോലെ ഇടിയും മിന്നലും കാറ്റും ഒക്കെ ആയിട്ട് വരുന്ന തരത്തിലേക്ക് മൺസൂൺ മഴയുടെ പെയ്ത്ത രീതി മാറി. അപ്പം അങ്ങനത്തെ ഒരു 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മഴയുടെ സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല, ഈവൻ സെപ്റ്റംബറിലായാലും ഈവൻ ഒക്ടോബർ പകുതി വരെ ആയാലും. അപ്പൊ ആ ഒരു സാഹചര്യം നമുക്കൊരു 1-2 ദിവസം മുമ്പേ അതിന്റെ ഒരു എക്സാക്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ മൺസൂൺ സമയത്ത് അതിനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്തരം ന്യൂനമർദ്ദങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിനൊരു സാഹചര്യം രൂപപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ന്യൂനമർദ്ദം ഇപ്പം വടക്ക് പോയി ഫോം ചെയ്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അത് ചിലപ്പോൾ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും, സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ സൗത്തിലായിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ, അതിൻ്റെയൊക്കെ ഇമ്പാക്ട് കൂടുതലും സതേൺ ഇന്ത്യയിലായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസം മാത്രം ഒരു ഇടിയും മിന്നലും കണ്ടിരുന്നു. ഇപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പാറ്റേൺ അനുസരിച്ച്? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതാണ് ഈ ക്ലൗഡുകളുടെ ഡെപ്ത് കൂടുന്നതാണ്. ക്ലൗഡുകളുടെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം, സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീയിൽ ഉണ്ടാകുന്ന മേഘരൂപീകരണത്തിൽ വലിയ മാറ്റമാണ്. നമ്മളത് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട്, 4-5 വർഷമായിട്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡെപ്ത് കൂടുന്നതുകൊണ്ടാണ്, ഈ പറഞ്ഞ പോലെ കൂമ്പാര മേഘങ്ങളായിട്ട് മാറുന്നത് കൊണ്ടാണ് പൊതുവെ മൺസൂൺ സമയത്ത് ഇല്ലായിരുന്ന ഈ ഇടിയും മിന്നലും ഒക്കെ ഇപ്പോൾ ഉണ്ടാകാനുള്ള കാരണം.